ഓൺ ഗ്രിഡ് സോളാർ ചെയ്തിട്ടുള്ള പലരുടെയും ഒരു കൺസേൺ ആണ് കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെ പാനൽസിലെ എനർജി ജനറേറ്റ് ചെയ്യില്ല, അത് വേസ്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഹൈബ്രിഡിലേക്ക് ചെയ്താൽ ബെറ്ററാണ്. പക്ഷേ എന്നാലും നമുക്കിതിലെ ഒരു 2-3 പാനലിലെ കണക്ഷൻ മാത്രം നമ്മുടെ വേറൊരു MPPTയിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററി സിസ്റ്റം ചാർജ് ചെയ്യാൻ സാധിക്കില്ലേ. നമുക്ക് ഓൺ ഗ്രിഡിൻ്റെ പാനലിനെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാവുന്ന പല MPPTs മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ഹൈ വോൾട്ടേജ് സ്വിച്ചിങ്. കാര്യം നമുക്കിപ്പോൾ DC-DB നമുക്ക് എൻ്റെ DCനെ നമ്മൾ സ്വിച്ച് ചെയ്ത് വേറൊരു MPPTയിലേക്ക് കൊടുക്കുന്ന ഒരു റിലേ കോൺടാക്ടർ എന്ന് പറയും. അപ്പോൾ ആ സ്വിച്ചിങ് വഴി നമുക്ക് ഇതിലേക്ക് ഒരു MPPTയിലേക്ക് കണക്ട് ചെയ്തിട്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് അത് ചാർജ് ചെയ്യും. കറണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ റീറ്റെയിൻ ചെയ്യുന്നൊരു മെക്കാനിസമൊക്കെ ഉണ്ട്. പക്ഷേ അത് പ്രോപ്പർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. DC ആയതുകൊണ്ട് തന്നെ HVDC ഹൈ വോൾട്ടേജ് DC ആണ്. അത് സ്വിച്ചിങ് സമയത്ത് എന്തായാലും അവിടെ ആർക്കിംഗ് മസ്റ്റാണ്, നടന്നിരിക്കും അവിടെ. ഇങ്ങനെ ഒരു ഹൈബ്രിഡ് MPPT ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഒരു ഫുൾ ഡേ കറണ്ട് ഇല്ല വീട്ടിൽ, ഓൺ ഗ്രിഡിലാണെങ്കിൽ പവർ യൂസേജും ഇല്ല. ആ സമയത്ത് നമുക്ക് നമ്മുടെ മുകളിലിരിക്കുന്ന റൂഫ് ടോപ്പിലിരിക്കുന്ന പാനൽസ് ലിറ്ററലി നമുക്കൊരു ഉപയോഗമില്ല. അപ്പോൾ അതിൽ ഒരു 3 പാനലിൻ്റെ കണക്ഷൻ പാരലായിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും പവർ സേവിങ് നടക്കും. അതാണ് ബേസിക് ഐഡിയ.